ഈ അരിമണി കൊണ്ടുവന്ന് ഉണ്ണീശോയുടെ വിരലിന് തുമ്പത്ത് കൊണ്ടുവന്ന് മുട്ടിച്ചു. ഉണ്ണീശോയുടെ വിരലിന് തുമ്പത്ത് ഒരു മുട്ട കൊണ്ടു. അപ്പോ ഉണ്ണീശോ പതക്കേനെ കേൾക്കണം. ഉണ്ണീശോ പെട്ടെന്ന് ഞാൻ കണ്ണു നോക്കി. അപ്പോഴത്തെ ഒരു പ്രാണി കഷ്ടപ്പെട്ട് വയർത്തൊലിച്ച് അവശനായിട്ടൊരു അരിമണി കൊണ്ടുവന്ന് എന്റെ വിരലിന് മുട്ടിച്ചിരിക്കുന്നു. ഉണ്ണീശോയ്ക്ക് മനസ്സിലായി ഈ പ്രാണി കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ അരിമണി എനിക്ക് കൊണ്ടുവന്നത്. ഉണ്ണീശോയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഉണ്ണീശോ എന്ത് ചെയ്തു? വലിയ സന്തോഷത്തോടെ പ്രാണിയുടെ കൂട്ടിലൊരു വിരലിന് മുമ്പോട്ട് പ്രാണിയുടെ കൂട്ടിലൊരു എന്ത് കൊടുത്തു? ഒരു തട്ട് കൊടുത്തു. പ്രാണിയുടെ കൂട്ടിൽ ഉണ്ണീശോ വിരലോട് തട്ട് കൊടുത്തു വേണ്ടി എന്തായിരുന്നു? എന്താ പ്രാണിയുടെ കൂട് പ്രാണിയുടെ കൂട് തിളങ്ങാൻ തുടങ്ങി, കത്താൻ തുടങ്ങി. അങ്ങനെയാണ് ആരുണ്ടായത്? മിന്നാമിനികൾ ഉണ്ടായിരുന്ന പറയുന്നത്. നിങ്ങൾ കണ്ടില്ലേ മിന്നാമിനികൾ? കണ്ടില്ലേ ലൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ പാറി നടക്കുന്ന ഒരു പ്രാണി. അപ്പൊ ഈ ഉണ്ണീശോ ഈ പ്രാണിയുടെ കൂട്ടിൽ തട്ടുകൂടി ഈ പ്രാണിക്ക് ചിറക് മുളച്ചു. പ്രാണിയുടെ മൂട് വെണ്ണാൻ തുടങ്ങി. അങ്ങനെ ആ പ്രാണി ആ ഒരു പുൽക്കൂട് കൊണ്ടുവരെ ഇങ്ങനെ പാറി നടന്ന് പ്രകാശം വരുത്താനായിട്ട് തുടങ്ങി. അപ്പോ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് ചിലപ്പോൾ നമ്മുടെ കഴിവായിരിക്കാം, നമ്മുടെ സമയമായിരിക്കാം, നമ്മുടേതായിട്ടുള്ള സാധ്യതകളായിരിക്കും. എന്തൊക്കെയാണെങ്കിലും നമ്മളത് ഉണ്ണീശോയ്ക്ക് കൊടുക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞാൽ ഉണ്ണീശോ നമ്മളെ എല്ലാവരെയും ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നമ്മളും ഇങ്ങനെ മിന്നാൻ തുടങ്ങും. അല്ലെ? ഇപ്പൊ നമ്മൾ കേട്ടാറില്ലേ കുറെ ആൾക്കാർ ഷൈൻ ചെയ്യാൻ കേട്ടില്ലേ? അല്ലെ? സ്റ്റേജിൽ ഷൈൻ ചെയ്യാം, അല്ലെ? ഇൻസ്റ്റാഗ്രാമിൽ ഷൈൻ ചെയ്യാം, അല്ലെങ്കിൽ സിനിമയിൽ ഷൈൻ ചെയ്യാം. അപ്പൊ അങ്ങനെ ഷൈൻ ചെയ്യാന്ന് പറയുന്നത് തിളങ്ങാന്നാണ് ഉദ്ദേശം, അല്ലെ? അതുപോലെ നമ്മൾ ഉണ്ണീശോയ്ക്ക് വേണ്ടി ഷൈൻ ചെയ്യാൻ തുടങ്ങും, അല്ലെ? മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ തിളങ്ങണം. അപ്പൊ നക്ഷത്രവും മാലകളും അതുപോലെ ക്രീം മാത്രമല്ല നമ്മളും തിളങ്ങുന്നവരാണ്, അല്ലെ?